ഹായ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു ദിവസം കൊണ്ടായിരുന്നില്ല. വർഷങ്ങളോളം നീണ്ട പോരാട്ടവും ത്യാഗവും രക്തവും അനേകം മനുഷ്യരുടെ സ്വപ്നങ്ങളും ചേർന്നാണ് ഇന്ത്യ സ്വതന്ത്രമായത്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വലിയ നിയന്ത്രണമുണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ സമ്പത്തും വിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെട്ട കാലം. അതിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സമരങ്ങൾ, ഭഗത് സിംഗ് പോലുള്ള വിപ്ലവകാരികളുടെ പോരാട്ടം, സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഫോഴ്സ്. വഴികൾ വ്യത്യസ്തമായിരുന്നെങ്കിലും ലക്ഷ്യം ഒന്നായിരുന്നു: സ്വതന്ത്ര ഇന്ത്യ. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ ഇന്ത്യയിലെ നിയന്ത്രണം തുടരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള തീരുമാനം അടുത്തെത്തി. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 രാത്രി ഡൽഹിയിൽ ചരിത്രം മാറിപ്പോകുകയായിരുന്നു. അർദ്ധരാത്രിയോട് അടുക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തി. അതൊരു പുതിയ ഇന്ത്യയുടെ തുടക്കമായിരുന്നു. പിന്നീട് 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിന് ഷട്ടടുകയും ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. പക്ഷേ സ്വാതന്ത്ര്യത്തിനൊപ്പം വിഭജനത്തിന്റെ വേദനയും ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. അനേകം കുടുംബങ്ങൾ വേർപിരിഞ്ഞു. വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷത്തിന്റെ മാത്രമല്ല, നമ്മുടെ ചരിത്രത്തെ ഓർക്കുന്ന ദിവസം കൂടിയാണ്. ഇന്ന് നമ്മൾ സ്വതന്ത്രമായി സംസാരിക്കുന്നു, സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരുന്നു, സ്വന്തം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതെല്ലാം സാധ്യമാകാൻ ഒരുപാട് പേർ സ്വന്തം ജീവൻ തന്നെ സമർപ്പിച്ചു. അവരുടെ ത്യാഗം മറക്കാതിരിക്കുക. സ്വാതന്ത്ര്യം ഒരു സമ്മാനം മാത്രമല്ല, അത് ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ ഇന്ത്യയെ കൂടുതൽ മികച്ചതാക്കുക. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇത് സ്കോപെക്സ് മലയാളം. ചരിത്രത്തെ അറിയാം, അറിയാത്ത കഥകളെ ഡീകോഡ് ചെയ്യാം. താങ്ക് യു.